ഓഫീസ് കഴിഞ്ഞ് നേരെ വന്നത് നമ്മൾ ചിക്കൻ വാങ്ങാനട്ടാ. വേറൊന്നുമില്ല, ഇന്ന് മുഹറം 9 എല്ലാവർക്കും നോമ്പുണ്ട് വരിയില്ലേ. അപ്പൊ ഇങ്ങനെ ചിക്കന് കുറച്ച് പച്ചക്കറി കാര്യങ്ങളൊക്കെ വാങ്ങേണ്ട നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നത്. പെട്ടെന്ന് നമ്മൾ അടുക്കളയിൽ കയറി കിട്ടാ, അല്ലെങ്കിൽ നോമ്പറക്കാൻ നേരത്തെ ഒന്നും ആവൂല. പാട്ടിന് മുമ്പേ നമ്മൾ വെള്ളത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ നമ്മൾ കൈമേൽ അങ്ങനെ ഒന്നും പത്തിരിന്റെ മാവ് ഒട്ടൂലട്ടാ. പിന്നെ എനിക്ക് പത്തിരിയാണ് സുഖം ഉണ്ടാക്കാനും, കുറച്ചുണ്ടാക്കിയാൽ മതി. ഞങ്ങൾ ആകെ 3 പേരേ ഉള്ളൂട്ടോ ഇവിടെ. അങ്ങനെ പത്തിരി കാര്യങ്ങൾ പ്രസമ്മൽ അമർത്തിക്കാണ്ട് പൊടിയിൽ തട്ടി വെക്കട്ടാ, അല്ലെങ്കിൽ ഒന്നായിട്ട് ഒട്ടിപ്പിടിച്ചുന്നേ. ഇന്നത്തെ കോഴിക്കറി ഇസ്മായിലിന്റെ വക ഇട്ടാ, നമ്മൾ എതിർക്കാനൊന്നും ഇല്ല. നമുക്കൊരു പണി അവിടെ കുറഞ്ഞിട്ടിയല്ലോ. പിന്നെ നമ്മളെ ഭക്ത പരിപാടി എന്ന് പറയുന്നത് മാങ്ങ തൊലത്തല്, ഇനി മാങ്ങ ജ്യൂസായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒരു റോബോട്ടിന്റെ മാതിരി പ്രവർത്തിച്ചാട്ടെ നമുക്ക് ശരിക്കും നോമ്പറക്കാൻ നേരത്തെ പെട്ടെന്നൊക്കെ ആയി തീരുള്ളൂ. അതിന്റെ ഇടയിൽ കോഴിക്കറി ഉണ്ടാക്കുന്ന ആള് മുങ്ങിക്കും. പിന്നെ മൊത്തം നമ്മളെ തലയിലായിട്ടാ. കോഴിക്കറി പൗതിക്ക് ഇട്ടിക്കാണ്ട് പോയ ആളെ പിന്നെ ഈ വൈക്ക് നമ്മള് കണ്ടിട്ടില്ലട്ടാ. പിന്നെ നമ്മൾ അടുത്ത പരിപാടിക്ക് ഇങ്ങോട്ട് തിരിഞ്ഞിക്കണു. പത്തിരിന്റെ ഒപ്പം കോഴി പൊരിച്ചത് കൂടി മാണെന്നുണ്ടേന്. അപ്പൊ നമ്മള് കോഴി മസാലയും കൂട്ടിയൊക്കെ ഇട്ട കറിയിൽ കുറച്ച് കഷ്ണിട്ട് വേണം അധികം നമ്മള് കോഴി പൊരിക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ജ്യൂസുകൾ പരിപാടിക്ക് ഇങ്ങോട്ട് തിരിഞ്ഞു. ഇസ്മായിൽ അടിച്ചെന്നാ പറയുന്നത്. പിന്നെ ആളെ കാണാത്തോണ്ട് നമ്മൾ തന്നെ മുൻകൈ എടുത്തു. എനിക്കും മധുരം ഇടാത്ത ജ്യൂസും ഇസ്മായിലിന് മധുരം ഇട്ട ജ്യൂസായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ വിചാരിച്ച പൊരി എന്ന് പറഞ്ഞത് ഈ ബീഫിന്റെ ഉന്നക്കായൊക്കെ ഉണ്ടല്ലോ, അത് ചിക്കന്റെ ഉന്നക്കായ ആക്കി മാറ്റിയതാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ഒക്കെ ഉണ്ട്. ആർക്കെങ്കിലും ഇതിന്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി, ഞാൻ ഓരോന്നിന്റെ റെസിപ്പി വിട്ടുതരട്ടാ. പിന്നെ പെട്ടെന്ന് എന്നിട്ട് ബാങ്ക് വിളിക്കലും അതുപോലത്തെ നോമ്പറക്കലൊക്കെ എനിക്ക് ഫുള്ളായിട്ട് വീഡിയോ എടുക്കാൻ ആ സമയത്തൊക്കെ പറ്റിയിട്ടില്ല. കാരണം ഞാൻ ഓരോ പണി തീർത്തിട്ട് പെട്ടെന്ന് ഇരിക്കാന്നുള്ള മൈൻഡിലേനി. ബാങ്ക് കൊടുക്കുമ്പോൾ എല്ലാ പരിപാടി തീർക്കണം വിചാരിച്ചേനി. പക്ഷെ എവിടൊക്കെ എന്തൊക്കെ സമയം നമ്മൾ ഇങ്ങോട്ട് പാളി പോയിക്കണു. പിന്നെ നമ്മൾ മാങ്ങാ ജ്യൂസ് മധുരത്തിന് റോബസ്റ്റ് ഇട്ടിട്ട് അടിച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയ പോരും പറയണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയത് മൊത്തം സൂപ്പർ ആയിക്കാരം. പിന്നെ അങ്ങോട്ടുള്ള പരിപാടി എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത പരിപാടി കേട്ടാ. ഈ പാത്രം കഴുകല്, പാത്രം എടുത്ത് വെക്കല്, ടേബിള് തോത്തല്, ഇങ്ങനത്തെ പരിപാടി കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടമില്ല. ഇങ്ങനത്തെ ഇഷ്ടമുള്ളവരൊക്കെ പറയട്ടെ. നമ്മള് 2 സാധനം ഉണ്ടാക്കണേയും വേണം 150 പാത്രം കെട്ടി എരപ്പ ഇങ്ങോട്ട് കൊടുക്കും. എനിക്ക് തീരെ ഇഷ്ടമില്ല ഈ പാത്രം കഴുകാൻ തന്നെ. പിന്നെ നമ്മൾ തന്നെ എടുക്കണല്ലോ, വേറെ ആരും വന്ന് എടുത്തു തരുമൊന്നുമില്ലല്ലോ. ഞമ്മക്ക് അങ്ങോട്ട് സഹിച്ച് മൊത്തത്തിൽ അങ്ങോട്ട് ക്ലീൻ ചെയ്തുട്ടാ. ഇതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ഇസ്മായിൽ ഉണ്ടാക്കിയ കോഴിക്കറിയും കൂട്ടിയിട്ട് നമ്മളെ പത്തിരി കണ്ട് ഒരു പിടി കണ്ട് പിടിക്കണല്ലോ. ആർക്കെങ്കിലും കോഴിക്കറിന്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടെ. നല്ല അടിപൊളി ടേസ്റ്റ് നേരിട്ട് കോഴിക്കറി. അന്നേരം ജീവിതത്തിൽ ഇത്രയും നല്ല കോഴിക്കറി കഴിച്ചിട്ടില്ല. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ കുറെ കുറ്റൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കിയപ്പോ, പക്ഷെ നല്ല നൈസായിട്ട് സാധനം. ആർക്കെങ്കിലും റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതിന്നേ. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. എല്ലാവർക്കും ബൈ.